വേലക്കാരിയുടെ വേഷമാണെങ്കിലും അമേരിക്കൻ കമ്പനിയിൽ നിന്ന് നിനക്ക് കിട്ടിയതിനേക്കാൾ ഇരട്ടി ശമ്പളം തരും ഞാൻ. ഡെയിലി നിന്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. നേരത്തെ മാഡം എന്നോട് പറഞ്ഞത് തന്നെയല്ലേ ജോലി? അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തി തരുമല്ലേ? അതിനെന്തിനാ ഇത്രയും വലിയ പ്രതിഫലമെന്നായിരിക്കും നിന്റെ സംശയം? എനിക്കൊരു സാധാരണ സർവന്റിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതി. നിനക്ക് തരുന്നതിന്റെ 10-1 പ്രതിഫലം കൊടുക്കേണ്ടിയും വരില്ല. എന്നാൽ പക്ഷേ എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിന്റെ ഈ തല, നിന്റെ ഈ ക്രിമിനൽ ബുദ്ധി. ഒരു ക്രൈം ചെയ്താൽ അത് മറയ്ക്കാനുള്ള സാമർഥ്യം, സംശയം തോന്നിക്കാതെ പെരുമാറാനുള്ള മിടുക്ക്, എല്ലാത്തിനും ചേർത്ത് ഒരു വിലയിട്ടതാ ഞാൻ. ഈ ജോലിക്കും ഓഫറിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ചില ടാർഗറ്റുകൾ തന്നുകൊണ്ടേയിരിക്കും. ഓരോ ലക്ഷ്യവും സാധിക്കുന്നതിനനുസരിച്ച് നിന്റെ പ്രതിഫലം ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമുക്ക് മുന്നോട്ട് പോവാല്ലേ? പക്ഷേ ഈ വേഷവും രൂപമൊന്നും വേണ്ട. കാഴ്ചയിലൊരു സെർവന്റ് ആണെന്ന് തോന്നണം. പിന്നെ ഈ പല്ലവി എന്നുള്ള പേര്, അതിപ്പോ ജ്യൂസുമായിട്ട് ചേർത്ത് വെച്ച് കേരളം മൊത്തം ഫേമസാ. അതും വേണ്ട. ഇത്രയൊക്കെ ആലോചിച്ച് വെച്ച മാഡം തന്നെ അതും കണ്ടുപിടിച്ചാ മതി. പങ്കജം അങ്ങനെ ആയാലോ? കുഴപ്പമില്ല മാഡം, ഒരു സർവന്റിന് ഓക്കെയാണ്. അപ്പോ പല്ലവി ഇത് ഏറ്റെടുക്കല്ലേ? ഇല്ല മാഡം, പല്ലവി അല്ല മാഡം, പങ്കജം. പങ്കജം ഈ ജോലി ഏറ്റെടുക്കുക. ഈ നിമിഷം മുതൽ ഞാൻ പല്ലവി അല്ല മാഡം, പങ്കജമാ. സത്യഭാമയുടെ വീട്ടിൽ ഇനി എന്ത് നടക്കണമെന്ന് മാഡം പറഞ്ഞാൽ മതി. പങ്കജം അത് നിറവേറ്റി തന്നിരിക്കും. ഇല്ല, പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. ചേച്ചി നേരത്തെ എത്തിയോ? പിന്നെ എത്താതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടിയുടെ കല്യാണം അല്ലേ? ശരി. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. അവരിങ്ങ എത്തിയില്ലല്ലോ മോനെ. സമയം 9:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആന്റി. 10:30 കഴിഞ്ഞിട്ടാണല്ലോ മുഹൂർത്തം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരുക്കത്തിന്റെ കാര്യം ആന്റിക്ക് അറിയാലോ. കല്യാണത്തിനാണെങ്കിൽ പിന്നെ പറയും വേണ്ട. മോന്റെ ഹോട്ടലിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? കാരണമാകുമ്പോ ഒരു 10 മിനിറ്റ്. പിന്നെ രോഹിത്ത് ഒപ്പം ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഓടിച്ചിങ്ങെത്തിയോളൂ. എന്തായാലും മോന്റെ ഹോട്ടൽ ഉണ്ടായതൊരു സൗകര്യമായി. ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ കിട്ടുമല്ലോ. ശരിയാ. നോക്കേ, അവരെത്രയും നമുക്ക് അവിടെ നിന്നാലോ? അതാണ് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. ദേ അവരിങ്ങെത്തിയല്ലോ. ഇറങ്ങടി കള്ളിപ്പൂച്ച ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ പേരുമാറ്റലൊക്കെ കിടന്നോ?
കള്ളിപ്പൂച്ചെന്ന് വിളിച്ചതാണോ? ആ എന്റെ പൊന്ന് വിഷ്ണുവേട്ടാ, ശാരികേച്ചിയുടെ കല്യാണത്തലേന്ന് രാത്രി ഇവൾ എന്ത് വീമ്പളക്കലായിരുന്നു അറിയോ? കുഞ്ഞേച്ചി പറയട്ടെടി. കല്യാണം പോലുള്ള ബോറം പരിപാടികൾക്കൊന്നും ഇവളിപ്പോ ഇല്ല. പഠിച്ച് വലിയൊരു നിലയിലെത്തണം, സ്വന്തം കാലിൽ നിൽക്കണം, അത് കഴിഞ്ഞ് കല്യാണത്തെ പറ്റി ആലോചിക്ക പോലും ചെയ്യുള്ളൂന്ന് അല്ലടി? അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാന്ന്. ഒരു ചെക്കൻ പിന്നാലെ വന്നപ്പോഴേ പെണ്ണിന്റെ മനസ്സ് മാറിയത് കണ്ടില്ലേ? എന്റെ പൊന്നര കള്ളി പൂച്ച. ഒന്ന് പോവും ചേച്ചി, ആ മേക്കപ്പ് പോവും. ഓ പോട്ടെ. എന്റെ പൊന്ന് ബ്രോ, ഇനി മുതൽ ഈ പണിക്ക് മാത്രം എന്നെ വിടല്ലേ. ഒരു മല പൊട്ടിച്ച് വേണമെങ്കിൽ ഈ കാൽക്ക കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ പെണ്ണുങ്ങളെ കല്യാണത്തിന് ഒരുക്കി കൊണ്ടുവരാൻ സഹായിയായി നിൽക്കാൻ മാത്രം പറയല്ലേ ബ്രോ. പൊട്ട്, ചാന്ത്, കൺമഷി എല്ലാത്തിനും പിന്നാലെ ഓടി ഉത്സവപ്പറമ്പി വളക്കച്ചവടം നടത്തുന്ന ആളുടെ ആ അവസ്ഥയിലായി ഞാനിപ്പോ. അയ്യടാ, ആനെ കൂടെ തടി പിടിപ്പിക്കാൻ ഇതിനേക്കാൾ എളുപ്പമോ? അത് ഒരാൾക്ക് മാത്രമാണോ? 3 എണ്ണത്തിനും വേണം മേക്കപ്പ്. കല്യാണം കഴിഞ്ഞതാന്ന് ഒരു വിചാരം പോലും ഇല്ലേ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞെങ്കിൽ എന്താ, കല്യാണം കൂടാൻ വരുന്നവര് പെണ്ണിന്റെ ചേച്ചിമാരെ നോക്കും. അവരിങ്ങനെ തിളങ്ങി നിന്ന അമ്മയ്ക്ക് ഒരു ഗമയ. 3 സുന്ദരി കുട്ടികളുടെ അമ്മയാണെന്നുള്ള ക്രെഡിറ്റ്. അയ്യോ, അമ്മയ്ക്കും കൂടെ കുറച്ച് മേക്കപ്പ് ഇടായിരുന്നു. അയ്യടാ, ഒന്ന് പൊടി ഇടുന്നു. അല്ല, ദീപക്കം വീട്ടുകാരെ എത്തിയില്ലേ മോനെ ഇതുവരെ? ഇല്ല, അതാ ഞാനും നോക്കുന്നത്. അത് പറഞ്ഞ പോലെ അവരാണല്ലോ ആദ്യം വരേണ്ടത്. നമ്മൾ ലേറ്റ് ആകില്ലല്ലോ അല്ലേ? ഇല്ലടാ, അതിനല്ലേ നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അവന് തിടുക്കമായിന്നാ തോന്നുന്നേ. അങ്ങനൊന്നുമില്ല. എടോ, വണ്ടി വരുന്നുണ്ടോ? ഇല്ല സാറേ. ആ, വരുന്നുണ്ട് സാറേ. അതാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ കാർ തന്നെ. എന്നാ തടഞ്ഞോ. ആഹാ, ഇത് ചടങ്ങായല്ലോ. നീ ഇവിടെ ഇരുന്നാ മതി, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞങ്ങളൊരു അത്യാവശ്യത്തിന് പോവുക, ബുദ്ധിമുട്ടിക്കരുത്. എന്ത് പറയാനുണ്ടെങ്കിലും സാറിനോട് പറഞ്ഞാൽ മതി. സാർ. എന്താ സാർ, ഞാൻ കായൽറാണി ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അരവിന്ദ് സ്വാമിനാഥൻ. അതിന് എന്റെ മകന്റെ വിവാഹമാണിന്ന്. ആഹാ, എനിക്ക് ക്ഷണമില്ലായിരുന്നു കേട്ടോ. സാർ, ഇപ്പൊ പോയാലേ മുഹൂർത്തത്തിന് ക്ഷേത്രത്തിലെത്താൻ സാധിക്കൂ. മനസ്സിലായില്ല. അല്ല, എന്തെങ്കിലും ചെക്കിംഗ് ആണെങ്കിൽ ഞങ്ങൾ രേഖകളൊക്കെ പിന്നീട് ഹാജരാക്കിക്കൊള്ളാം. ഇപ്പൊ ഞങ്ങളെ ഒന്ന് വിട്ടയക്കണം. ചെക്കിങ് തന്നെ, പക്ഷേ പിന്നീട് ഹാജരാക്കാൻ പറ്റുന്ന സംഗതികൾ സംബന്ധിച്ചല്ല ചെക്കിങ്. ഈ വണ്ടിയില് മയക്കുമരുന്ന് കടത്തുന്നതായിട്ട് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കടത്തിയിട്ടില്ലാന്ന് നിങ്ങൾ പിന്നീട് സ്റ്റേഷനിൽ വന്ന് ബോധ്യപ്പെടുത്തിയ മതിയോ സ്വാമിനാഥ? സാർ, അതാരോ തെറ്റായ ഇൻഫർമേഷൻ തന്നതാണോ? അത് നിങ്ങൾ പറയുന്നതല്ലേ? അക്കാര്യം ഞങ്ങൾ കൂടി ഇത് ബോധ്യപ്പെടണം. അതിനാണ് ഈ ചെക്കിങ്. സാർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മകന്റെ വിവാഹമാണെന്ന്. വിവാഹം? എടോ, ഇപ്പൊ ആംബുലൻസ് വരെ മയക്കുമരുന്ന് കടത്തുക. താൻ കൂടുതൽ വിളവിറക്കാതെ മര്യാദയ്ക്ക് സഹകരിക്കാൻ നോക്കും.
ഹലോ ഹലോ മേഡം ഒന്നിറങ്ങണം. ചെക്ക് ചെയ്യണോ? അവന്റെ അമ്മായിയമ്മയുടെ ഒരു കായൽ റാണി. ഒന്നുമില്ല സാറേ. ആ ഡിക്ക് തുറന്ന് നോക്കണോ? ആ ഡിക്കിയിലും ഒന്നുമില്ല സാർ. സാർ ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? കേറ. അവിടെ നിന്നേ. നീ ആണോ വണ്ടി ഓടിച്ചത്? അതെ. നിന്റെ ലൈസൻസ് എവിടെ? എടുക്കടാ. വണ്ടിയുടെ പുക, ഇൻഷുറൻസ്, RC ബുക്ക് എല്ലാം കിടന്നപ്പെടുത്തോണ്ട് വന്നേ. മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാറേ, ഞാൻ എന്റെ ജോലിയാ ചെയ്യുന്നത്. ഇനിയൊന്നുമില്ലല്ലോ അല്ലേ? ഡോ സാർ. ഡോ ഈ കളർ ഒരു വണ്ടിയല്ലേ മോഷണം പോയതെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കിട്ടിയേക്കുന്നത്? അതെ സാറേ. ആ, നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ് മിസ്റ്റർ? പ്രശ്നം എന്തിൻ്റെന്നൊക്കെ സ്വാമിനാഥ് സാറിന്റെ വഴിയേ ബോധ്യപ്പെട്ടുള്ളൂ. തൽക്കാലം വണ്ടി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എടുക്കുക. പോലീസുകാരെ കയറി ചൊറിയാൻ വരരുതേ. അരവിന്ദേട്ടാ, തർക്കിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല. അയാൾ വണ്ടി കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് വേറെ വഴി നോക്കാം. ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും മിസ്റ്റർ. ഓ അരവിന്ദേട്ടൻ വാ. വാമനെ വാടാ. അയാൾ ആരെയോ വിളിക്കുന്നുണ്ടല്ലോ സാറേ. വിളിക്കാനുള്ളവരൊക്കെ വിളിക്കട്ടോ. ചെക്കിംഗ് ഒന്നും വേണ്ടാന്ന് സംസ്ഥാന പോലീസ് മേധാവി പോലും പറയില്ല. പിന്നെ മാസാമാസം ടാർഗറ്റ് വെച്ച് സർക്കുലർ ഇറക്കുമ്പോ സാർ ഇവിടെ ഒന്ന് ഉണ്ടാക്കാൻ പറയും ഈ ചന്ദ്രബോസ്. ഇന്ന് അവന്റെ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം. ജീവിതത്തിൽ ഇതുപോലെ നാണം കിട്ടിട്ടില്ല. നമ്മുടെ ആൾക്കാർ ആരെങ്കിലും വിളിക്ക അരവിന്ദേട്ടാ, കാറുമായി വരാൻ പറഞ്ഞു. നമ്മുടെ ആൾക്കാർക്ക് ഇവിടുത്തെ വഴിയൊന്നും അത്ര പരിചയമില്ല തനു. ഓരോരുത്തർ അന്വേഷിച്ച് പിടിച്ച് നമ്മളെ അവിടെ കൊണ്ടാക്കുമ്പോഴേക്കേ മുഹൂർത്തം അങ്ങ് കഴിയും. അച്ഛാ, ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിലൊക്കെ കല്യാണ ചെറുക്കൻ ചെന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ. ഓട്ടോ എങ്കിൽ ഓട്ടോ, മുഹൂർത്തം തെറ്റാതിരിക്കട്ടെ അരവിന്ദേട്ടാ. ഇവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ പോകണം. ആ കേറിക്കോ. വാ കേറുമോനെ. നീയല്ലടാ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് പോയ പെണ്ണുങ്ങളെ ശല്യം ചെയ്ത ഓട്ടോക്കാരൻ? അയ്യോ അല്ല സാറേ. കള്ളം പറഞ്ഞോളാ റാസ്കൽ. ഇനിയിപ്പോ എന്താണാവോ? കള്ളം പറയുന്നതാ. ഞാനല്ല. നിന്നെ ഇവരെ അങ്ങ് തൂക്കിക്കടോ. സാറേ ഞാനല്ല. ഇങ്ങോട്ട് വേടാ, കേറ്. ഞാനല്ല സാറേ. ചലിക്കാ കേറ. ഇത് ചന്ദ്രബോസ് വെച്ച ചെക്കാ സ്വാമിനാഥ് സാറേ, മാറ്റാനൊക്കത്തില്ല. സാർ ഇനിയും വണ്ടി അന്വേഷിച്ച് എന്റെ വണ്ടി വെറുതെ ഡ്രൈവർമാരെ കൊണ്ട് നിറപ്പിക്കരുത്. സ്റ്റേഷനിലെ 2 സെല്ലേ ഉള്ളൂ.
അത് വണ്ടി എടുത്ത് മാറ്റാൻ പറ. ഇറങ്ങണോ? ഇവിടെ തന്നോടാ പറഞ്ഞ ഇറങ്ങാൻ. ഗ്ലാസ് അടിച്ച് പൊട്ടിക്കല്ലേ ബോസേ, വിലയുള്ളതാ. ചേട്ടൻ എങ്ങോട്ടാ പോന്നേ? അരവിന്ദ, അവരെയും കൂട്ടി കയറ്. ആ, നിങ്ങളിന്ന് കയറിക്കോ. എന്നാ പോട്ടെ ബോസേ. താഴെ നിൽക്കണം. ഇയാളെ ലൈസൻസും വണ്ടിയുടെ പേപ്പറും ഒന്നും എടുത്തേ. സാറിന് എല്ലാം കാണണം അല്ലേ? ഇത് നമ്മുടെ ഏരിയ ബോസാറേ. ഇലക്ഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ചുറ്റുവട്ടത്തുണ്ട്. ഉച്ചത്ത് ഞാനൊരു വിളി വിളിച്ച സാറിന്റെ വണ്ടിയുടെ പേപ്പറും സാറിന്റെ പേപ്പറും ഒക്കെ കാണിച്ചിട്ടേ അവർ വിടൂ. സർക്കാരിന് നാണക്കേടുണ്ടാക്കാൻ ചുമ്മാ വെയിൽ കൊള്ളാതെ ചന്ദ്രബോസ് സാറേ. ചന്ദ്രബോസ് വെച്ച ചെക്ക് മാറിയ സ്ഥിതിക്ക് ഇയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ കാർ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു തരാം കായൽ റാണി ആരുടെ അമ്മായിയമ്മയുടെ വകയാണെന്ന്. വാ. ഫ്രണ്ട് കയറിക്കും. എന്റെ പൊന്ന് സാറ് എന്നെ ഒന്ന് വിടണം. അവനെ കൊണ്ട് പിടിച്ചിറക്കാൻ. ആ, ഇറങ്ങണ ഇങ്ങോട്ട്. നിന്നെ വിടണമല്ലടാ. ഇനി നീ പോടാ. വലിയ ഉപകാരം സാറേ. പോടാ. കഴിവ് തീരുന്നില്ലല്ലോ. ഭഗവാനെ, എന്റെ ദീപക്കിന്റെ കൂടെ സന്തോഷത്തോടും സമാധാനത്തോടും ഒരുപാട് കാലം ജീവിക്കാനുള്ള വരം തരണേ. അവനും എനിക്കും ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. അങ്ങനെ വരുന്നവരെ നീ തന്നെ തട്ടിമാറ്റിക്കളയണേ. ശ്യാമേ, എന്താ രോഹിത്? ഇയാളോടൊരു സോറി പറയാൻ വന്നതാ. എന്തിന്? അല്ല, അന്നത്തെ ആ സംഭവം. രോഹിത് എന്തിനാ ഇപ്പൊ ഈ വിഷയം എടുത്തിട്ടത്? അതും ഈ സമയത്ത്? അല്ല, അതിനുശേഷം ഇയാളെ കണ്ട് ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. അതല്ല, മാപ്പ് പറയാൻ മാത്രം കുറ്റബോധം രോഹിത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ രോഹിത് അത് മനഃപൂർവ്വം ചെയ്തു എന്ന് അതിനർത്ഥം. ശ്യാമേ, ഞാൻ... ശ്യാമേ, ദേ അമ്മ വിളിക്കുന്നുണ്ട്. ശ്യാമേ, ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല. അങ്ങനൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ അത് മറ്റാരെയും ബോധ്യപ്പെടുത്തണമെന്നില്ല, ഈ എന്നെ പോലും. ഇങ്ങനെ ഒരു സംസാരം പോലും നമുക്കിടയിൽ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അത് മറന്നേക്ക് രോഹിത്. ശ്യാമേ വന്നേ, അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നു. ആ, എന്താ
എന്താടി നിന്റെ പ്രസരിപ്പും ചൊടിയൊക്കെ പെട്ടെന്നങ്ങ് പോയല്ലോ. ഏയ് ഒന്നുമില്ല അമ്മേ. എന്തായിരുന്നു രോഹിത്തുമായിട്ടൊരു തർക്കം? തർക്കോ? രോഹിത് ഒരു ആശംസ പറയാൻ വന്നതാ. വാ